ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പം നമുക്ക് ഈനാമ്പായൊക്കെ കിട്ടീന് കേട്ടോ. അപ്പോൾ അത് പോപ്പിക്കാൻ പറ്റീനി. അപ്പോൾ അതായിന് കേട്ടോ. അപ്പോൾ വൈകുന്നേരം മക്കൾ സ്കൂൾ വിട്ടപ്പോൾ എടുത്തത് കേട്ടോ. പിന്നെ ഞാൻ സലാഡും ഉണ്ടാക്കീനി കേട്ടോ. വീട്ടിൽ പഴം ഉണ്ടായിനി. അപ്പോൾ പഴം മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല. പിന്നെ രാത്രിയൊക്കെ ആയപ്പോൾ ഭക്ഷണം കഴിച്ചു കേട്ടോ. മീൻ കറിയും മീൻപൊരിയും പപ്പടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മക്കൾ പപ്പടമൊക്കെ കൂട്ടി ചോറുന്നു കേട്ടോ. മക്കൾക്ക് മീൻ പറ്റില്ല. പിന്നെ മീൻ പൊരി പിന്നെയും കൂട്ടും കേട്ടോ. കറിയൊന്നും തീരെ കൂട്ടൂല. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ നമ്മൾ പാത്രങ്ങളൊക്കെ മോറാൻ വേണ്ടി നിന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ചപ്പോൾ മീൻ ചട്ടിയൊക്കെ ഉണ്ടായിന്. മീൻ ചട്ടിയും പിന്നെ നമ്മളെ കുറച്ച് ചായയൊക്കെ ഉണ്ടായിനിട്ട്. അത് ചായപാത്രം, പിന്നെ നമ്മൾ മക്കൾ തിന്ന പ്ലേറ്റ്, അങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മോറിയൊക്കെ വേണ്ടി നിന്നിട്ട് പിന്നെ മറ്റേ ഇരുമ്പ് ചട്ടിയിൽ പിന്നെ നാളാട്ടം മോറിനുള്ള അതിലെ വെള്ളം പറഞ്ഞിട്ട് മീൻ കറി ഉണ്ടാക്കിയ ചട്ടിയായിരുന്നു. അപ്പോൾ നാളെ പുറത്ത് വെച്ചാട്ട മോറ, ഉള്ളിൽ മോറലില്ല. അപ്പം നമ്മൾ അടുപ്പത്ത് വെച്ചതൊന്നും ഉള്ളിൽ മോറലില്ല. നമ്മൾ പുറത്ത് വെച്ചാണ്ടട്ട മോറൽ. അപ്പോൾ അതിൽ വെള്ളം പറഞ്ഞിട്ട് രാത്രിയല്ലേ, പിന്നെ രാവിലെ ആയിട്ട് നമുക്ക് മോറാം എന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ പാത്രങ്ങളൊക്കെ വേഗം മോറാൻ വേണ്ടി നിന്നു കേട്ടോ. അപ്പം ഇന്ന് കുറേ തിരുമ്പിയതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെക്കാനൊക്കെ ഉണ്ട്. കുറച്ച് മടക്കി വെക്കാണ്ട് പിന്നെ കുറേ ഉണങ്ങാത്തതുണ്ട്. അത് ഉണങ്ങാത്തത് ഇനി കോണീൻ്റെ മേലെ കൊണ്ടുപോയി വെക്കണം വിചാരിച്ചിട്ടുണ്ട്. കൊണ്ടുപോയി ഇടണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇന്ന് തിരുമ്പാലതൊക്കെ നാളെ ഒന്ന് അയിൽമ കൊണ്ടുപോയി ഇടാമല്ലോ വിചാരിച്ചിട്ട് പുറത്തിട്ട് അയിൽമ. ഇപ്പം മഴ അടുക്ക് പെയ്യണോണ്ടേ പിന്നെ ഒന്നാമത് രാവിലെ തന്നെ തിരുമ്പലുമില്ല, തിരുമ്പാൻ കഴിയലുമില്ല. അപ്പോൾ ഒന്ന് തിരുമ്പാൻ നേരം വൈകും. ജന ഇറങ്ങിയിട്ടാണ് തിരുമ്പാൻ പോകല്ല. അപ്പോൾ ഓട് ചിലപ്പോൾ ഉച്ചയൊക്കെ ആവും ഉറങ്ങാൻ. അപ്പോൾ പിന്നെ ഉണങ്ങി നമുക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേനും ഉണങ്ങി കിട്ടണില്ല. അതാണ് കുഴപ്പം. രാവിലെ തന്നെ വേണ്ട 10-11 മണിക്ക് തിരുമ്പാണെങ്കിൽ പിന്നെ ഉച്ചക്കത്തെ വെയിൽ തട്ടുമ്പോൾ പിന്നെ ഉണങ്ങും. പിന്നെ ഇപ്പം ഇന്നലെ മിഞ്ഞാനൊന്നും വെയിലും വല്ലാതല്ല, രാത്രിയായാൽ മഴയൊക്കെ അല്ല. അപ്പോൾ ഉണങ്ങി കിട്ടിയില്ല കേട്ടോ. അപ്പോൾ തിരുമ്പിയതൊന്നും. അപ്പം പിന്നെ അതൊക്കെ ഇനി കോണീൻ്റെ മേലെ കൊണ്ടുപോയി ഇടണം തന്നെ. പിന്നെ ഞാൻ അവിടുന്ന് പിന്നെ പോലെ ഉണങ്ങിയാലും വലിയ കുഴപ്പമില്ല. നമുക്ക് ഇടാനുള്ളതൊക്കെ ഞാൻ ഇതേപോലെ രാത്രി ആയാലും നമ്മളെ റൂമിൽ ആൾമറമ്മലും ജനാൽമലൊക്കെ കൊണ്ടുപോയി വെക്കൂട്ടോ. അതൊക്കെ എല്ലാവരും അങ്ങനെ തന്നെ ആവൂലേ. അപ്പോൾ നമ്മൾ ഫാൻ ഇടുമ്പോൾ ആ ഫാനിൻ്റെ കാറ്റാകുമ്പോൾ വേഗം ഉണങ്ങി കിട്ടിക്കോളും. ഈ മക്കളെ യൂണിഫോം അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ റൂമിൽ കൊണ്ടുവന്നു വിടും രാത്രി. അപ്പോൾ പിന്നെ വേഗം ഉണങ്ങി കിട്ടോ. അപ്പോൾ അലു ഫിൽഫി അവിടെ ഉണ്ട് കേട്ടോ. അപ്പം എന്നോട് എന്തോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ അതിന് മറുപടി പറഞ്ഞത് എൻ്റെ അടുക്കളത്തെ പണി കഴിയട്ടൊക്കെ പറയാണ്. അപ്പോൾ ആ കഴിഞ്ഞിട്ട് ഞാൻ നമുക്ക് വെള്ളപ്പാത്രത്തിൽ വെള്ളം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അത് എടുത്ത് വെക്കാണ്ട് കേട്ടോ. പതിമുഖോ അല്ലെങ്കിൽ ജീരകവെള്ളമോ അങ്ങനെ എന്തെങ്കിലും ചൂടുവെള്ളം തിളപ്പിച്ചിട്ടാണ് ഇവിടെ കുടിച്ചൽ. അപ്പോൾ ഒരു കുടുക്ക ചൂടുവെള്ളം രാവിലെ തന്നെ തിളപ്പിച്ച് വെക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ചൂടുവെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചത് നമ്മൾ ഉള്ളിൽ കൊണ്ടുവന്ന് വെച്ച ചൂടുവെള്ളം പാത്രത്തിൽ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി പുറത്തുനിന്ന് കൊണ്ടുവന്ന് വെക്കണം കേട്ടോ. അപ്പോൾ ആ പാത്രം ആദ്യം ഒന്ന് വിചാരിച്ച മോറിയിട്ട് പിന്നെ നമുക്ക് ഉള്ളിൽ മോറിയിട്ട് വെള്ളം എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് വെള്ളമുള്ളൂ ഇനി. അപ്പോൾ അത് പിന്നെ കളയാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ചോറ് കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ. അത് പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പം ഉണ്ടാക്കാനോ അങ്ങനെ എന്തെങ്കിലും എടുക്കാം കേട്ടോ. അപ്പം അതിന് കേടരാതെക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ തന്നെ വെച്ചു കേട്ടോ. പിന്നെ ആ പാത്രത്തോട് മോറി വെച്ചാൽ കഴിഞ്ഞല്ല, അവിടെ ഇടണ്ടല്ലോ വെച്ചിട്ട് എന്നാൽ മോറി വെച്ചു കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് ജലദോഷം പിടിച്ചിട്ടുണ്ട്. അതാണ് വർത്താനം പറയുമ്പോൾ ഒരു തപ്പിപ്പിടുത്തമില്ല പോലെ പറഞ്ഞ പോലെ. അപ്പോൾ പിന്നെ വേഗം പാത്രം മോറി അയക്കാൻ നമ്മൾ ചൂടുവെള്ളം ഉത്ത് വെക്കാൻ പോയിട്ട് പുറത്തേക്ക്. അപ്പം ഇങ്ങനെ പുറത്തത്തെ അടുക്കളയിൽ ഇങ്ങനെ വല ഇട്ടച്ചിന് കേട്ടോ. നമ്മൾ ജന്തുക്കൾ എന്തെങ്കിലും കയറാതെക്കാൻ വേണ്ടി വല ഇട്ടച്ചിന് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ വെള്ളം എടുത്ത് വെച്ചിട്ട് അവിടെ ഇരുട്ടാണ് കേട്ടോ. അതാണ് ആ വെള്ളത്തിൻ്റെ കളറൊന്നും ഒരു വെളിച്ചം കിട്ടാത്തത്. ലൈറ്റ് ഇടാനും പറഞ്ഞാൽ ആ ഭാഗത്തില്ല. അപ്പം ജല്ലക്കുട്ടീൻ്റെ ബാക്കിൽ നടക്കാട്ടോ. പുറത്തിട്ട് വാതിൽ തുറന്നില്ല. അപ്പം പിന്നെ ഞാൻ പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഓൾക്കും എൻ്റെ പറഞ്ഞാൽ ഇതിലാണ് ഓളും നിൽക്കുന്നത് കേട്ടോ. കാരണം ഞാൻ ഇപ്പം തന്നെ വാതിലടിച്ച് കയറാണ് ജന്നാറിന്. പിന്നെ ഓള് പോയി കേട്ടോ. അങ്ങനെ അടുക്കളത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ നമ്മളെ. അപ്പോൾ പിന്നെ അടുക്കളത്തെ ലൈറ്റൊക്കെ ഓഫാക്കി. അപ്പോൾ അടുക്കളത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ജന്നക്കുട്ടി പിന്നെ റൂമിൽ അല്ലുവിൻ്റെ കൊട്ട ഫുള്ളും വലിച്ചിട്ടുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അല്ലുവിനോട് പറഞ്ഞപ്പോൾ അല്ലു നിച്ചാവില്ല കാരണം അല്ലുവിന് പിന്നെ ഞാൻ തന്നെ ഇനി മടക്കി വെക്കണ്ടേ വിചാരിച്ചിട്ട് ആ മടക്കി വെച്ചിട്ടോ. പിന്നെ ആ ജനാൽമക്ക് നോക്കണ്ട കേട്ടോ. ഇക്കാക്ക് നാളെ പണിക്ക് പോകാല്ല പണിക്കുപ്പായാണ് കേട്ടോ. അപ്പോൾ ഉണങ്ങിയിട്ടില്ല. അപ്പോൾ ജനാൽമ ഇട്ട് വെച്ചതാണ്. ഫാൻ തട്ടിയാണ്ട് ഉണങ്ങിക്കോളും എന്ന് വിചാരിച്ചിട്ട് കേട്ടോ.
അപ്പോൾ യൂണിഫോമിൻ്റെ കുപ്പായി അങ്ങനത്തതൊക്കെ രാത്രി ആയാലും ജനൽ വിട്ടൊക്കെ ഇട്ടാണ് ഉണങ്ങാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ അപ്പോൾ വേഗം അലൂഫിൻ്റെ വലിച്ചിട്ടതൊക്കെ മടക്കി വെച്ചിട്ട് പിന്നെ കടക്കിൽ കുറച്ച് മടക്കി വെക്കാണ്ടേന് തിരുമ്പിയിട്ട് ഉണങ്ങിയതൊക്കെ കൊണ്ടുവന്ന് ഇട്ടേന്. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെക്കാണ് കേട്ടോ. അപ്പോൾ അല്ലും ബാത്തും ഇതപ്പം അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അലൂഫിന് കുപ്പായി ഇട്ടത് തെറ്റീന് കേട്ടോ. അതാ ഞാൻ ഓനോട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞത് കേട്ടോ. കുപ്പായി നേരാക്ക്. ഓന് കൊളുത്തിട്ടത് അങ്ങോട്ടും മേലത്തെ കൊളുത്ത് അടിയത്തെ കൊളുത്ത് മേൽക്കും അങ്ങനെയൊക്കെ ആക്കി ഇട്ടണേ. ഞാൻ പിന്നിട്ട കണ്ടത്. കണ്ടിട്ട് ഓനോട് ഇങ്ങനെ പറയണത്. അതാണ് ഓൻ ആ കുപ്പായത്തുമ്പോൾ അങ്ങനെ നോക്കണം. അവനെ ഞാൻ കഴിച്ചിടാൻ നേരെ ഇട്ടാൽ മതി അലൂഫിയാണ്. അപ്പോൾ ഇതാക്കിയാണ്ട് നേരെ ഇടാൻ വേണ്ടി നിൽക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് അങ്ങനെ ഉണ്ട്. സ്കൂൾക്ക് പോകുമ്പോഴായാലും ചിലപ്പം കൊളുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിടും കേട്ടോ. അപ്പം അതിനിങ്ങനെ ഓനോട് ഇങ്ങനെ പറയണേന് കേട്ടോ. അപ്പം ചീർപ്പ് കണ്ടപ്പോൾ ജനക്കുട്ടീനോട് മുടി വരണം വെച്ചപ്പോൾ അപ്പോൾ പിന്നെ ബണ്ണൊക്കെ എടുത്തുതരാൻ പറഞ്ഞപ്പോൾ ബണ്ണൊക്കെ എടുത്തിട്ടുണ്ടെന്ന് 2 കൊമ്പൊക്കെ ആക്കി കൊടുത്തിട്ടവൾക്ക്. അപ്പം വേഗം മടക്കി വെക്കാൻ വേണ്ടി നിന്നു. പിന്നെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൂട്ടാക്കി വെച്ചാൽ പിന്നെ അതങ്ങനെ ഉണ്ടാവും അവിടെ. കൂട്ടാക്കി ഇങ്ങനെ വെക്കേണ്ടി വരും. പിന്നെ കണ്ടാൽ പിന്നെ മടക്കി വെക്കാൻ തോന്നില്ല. കുറച്ച് നമ്മൾ പിന്നെ നമ്മൾ വേഗം മടക്കി വെക്കും. 2 ദിവസമൊക്കെ കൂടിയാൽ പിന്നെ അത് മടക്കി വെക്കാൻ തോന്നില്ല. പിന്നെ കഴിഞ്ഞിട്ട് നമ്മൾ മേശപ്പുറത്ത് കുറച്ച് ഉണങ്ങാത്ത കൊണ്ടുവന്ന് വെച്ചിട്ട് ഉണങ്ങാത്ത ഞാൻ വെള്ളമൊക്കെ പോയിന്. എന്നാലും നമുക്ക് ഉണങ്ങി കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ അത് വേഗം തന്നെ കോണീൻ്റെ മേലെ കൊണ്ടുപോയി ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ പിന്നെ അവിടെ നിന്ന് അങ്ങനെ ഉണങ്ങിക്കോളെ. പിന്നെ ആവശ്യം യൂണിഫോമൊക്കെ ഉണ്ട്. യൂണിഫോമൊക്കെ തിങ്കളാഴ്ച ആകുമ്പോൾ ഉണങ്ങിയാലൊക്കെ മതി. തിങ്കളാഴ്ച അല്ലെങ്കിൽ സ്കൂളില്ലാതെ ശനി ഞായർ ഒഴിവ്. അപ്പോൾ പിന്നെ അതിൻ്റെ മേലെ തന്നെ നിന്നാൽ കുഴപ്പമില്ല. പുറത്ത് വെച്ചാൽ ചിലപ്പോൾ ഇനിയും മഴ പെയ്താൽ ചീറ്റലൊക്കെ തട്ടും. അപ്പോൾ പിന്നെ ഇതാവും, ഉണങ്ങി കിട്ടില്ല നമുക്ക്. അപ്പം പിന്നെ നമ്മൾ കോണീൻ്റെ മേലെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അധികം വീട്ടിൽ ചില ആളുകളൊക്കെ അങ്ങനെ ആയാലും കോണീൻ്റെ മേലൊക്കെ ചിലപ്പോൾ അതിൽ കെട്ടിയിട്ടുണ്ടാവില്ലേ. നിങ്ങൾ അതിൽ കെട്ടണമെങ്കിൽ കമൻറ്റ് പറയണേ. നിങ്ങളെ വീട്ടിലിങ്ങനെ എന്താണ് കോണിക്കൂട്ടിൽ അതിലുണ്ടെങ്കിൽ. അപ്പോൾ ഞാനും ഇങ്ങനെ കെട്ടീന് കേട്ടോ. നമുക്ക് നല്ല ഇതാണ് കേട്ടോ ഇങ്ങനെ കെട്ടിയോട്. നമുക്ക് റൂമിലും തൈല് കെട്ടണ്ട. കോണിക്കൂടാകുമ്പോൾ മേലെ നമുക്ക് കൊണ്ടുപോയി ഇട്ടാൽ മതി. ഈ മഴക്കാലത്തൊക്കെ ഇത്ര തിരുമ്പിയാലും നമുക്ക് ഉണങ്ങൂലല്ലോ. അപ്പം ഇങ്ങനെയൊക്കെ ആയ നല്ല ഉപകാരമാണല്ലേ. എന്താ എന്താ അടുത്തുണ്ട് കേട്ടോ. ഞാൻ ഇത് കൊടുക്കുമ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴും എൻ്റെ പണ്ട് അതാണ് സൗണ്ട്. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. ലൈക്ക് ചെയ്യാതെ കുറേ ആൾ കാണുന്നുണ്ട്. അപ്പം നിങ്ങൾ കാണുമ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പം ലൈക്ക് മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഫസ്റ്റായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ വേഗം അതൊക്കെ മേലേക്ക് ഇതാക്കിയിട്ടോ. എന്നാൽ തോരടൽ കഴിഞ്ഞാൽ പിന്നെ ഒരുവിധം രാത്രിത്തെ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞ് പറഞ്ഞാൽ പോലെയാണ്. ഇനിയിപ്പോൾ മക്കളെ ബുക്ക് അങ്ങനെ ഇങ്ങനെ അല്ലാത്ത ചില്ലറ പരിപാടികളൊക്കെ ഇനിയും ഉണ്ട്. അപ്പോൾ തോരട്ട് കഴിഞ്ഞാൽ തന്നെ വലിയ ഇതായിട്ട്, അല്ലെങ്കിൽ അതങ്ങനെ അവിടെ കിടക്കും. പിന്നെ നമുക്കൊരു മടിയാണ്. നേരം വെക്കിയാൽ പിന്നെ ഇനിയിപ്പോൾ കൊണ്ടുപോയി ഇടണമല്ലോ അല്ലേ അങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോൾ ചിലപ്പോൾ മടിച്ചങ്ങനെ നിൽക്കും. അപ്പോൾ ജനക്കുട്ടി ഉണ്ട് കേട്ടോ. അതിൻ്റെ ഒപ്പം വെളപ്പം കൊണ്ടുപോയി ഇടാനൊക്കെ. അപ്പോൾ ഓള് ഞാൻ കോണുമ്പോൾ കയറണുണ്ട്. അപ്പം ചിലപ്പോൾ കയറും കേട്ടോ. ചിലപ്പോൾ ആടിയിലൊക്കെ നോക്കിക്കോ. അല്ലില്ലൊക്കെ ഉണ്ടെങ്കിൽ വേഗം കയറും കേട്ടോ. അല്ലില്ലൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ പിന്നെ അല്ലോനോട് തന്നെ ഇജ്ജ് നോക്കുകയാണെങ്കിൽ ഇജ്ജ് കൊണ്ടുവന്ന കുട്ടീൻ്റെ മേൽക്ക് കയറട്ടോ. മറ്റേ നമ്മൾ അതിന്മ തോരട്ടുമ്പോൾ ചിലപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ ഓള് ചിലപ്പോൾ കോണുമ്പോൾ വീഴേ. അപ്പോൾ അല്ലും നോക്കൊക്കെ പറഞ്ഞിട്ട് അല്ലും പിന്നെ മേൽക്ക് വന്നിട്ട് കുട്ടീനെയും കൊണ്ട്. അപ്പോൾ ഒരു ട്രിപ്പ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടാമത്തേത് കൊണ്ടുപോയി ഇടാൻ പോവാണ് കേട്ടോ അതിന്മക്ക്. അപ്പോൾ രണ്ടാമത്തെ ഇനി കൊണ്ടുപോയി ഇടാൻ നിൽക്കട്ടെ. പിന്നെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ 2-3 ഉടുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഉണങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഉണങ്ങിയത് പിന്നെ അവിടെ തന്നെ വെച്ചു കേട്ടോ. അപ്പോൾ ഇനി രണ്ടാമത്തെ ട്രിപ്പ് കൊണ്ടുപോയി ഇടാൻ വേണ്ടി മേൽക്ക് തന്നെ പിന്നെയും പോയി ഇട്ടാം. അപ്പോൾ ജെന്നിയും പോരുന്നുണ്ട് കേട്ടോ. എൻ്റെ അപ്പം ജെന്നി അല്ലൊക്കെ പോരുന്നുണ്ട്. എൻ്റെ അപ്പോൾ ഇൽഫാണ് കേട്ടോ നമുക്ക് വീഡിയോ എടുത്ത് തരുന്നത്. ഇത് മേൽക്ക് പോകുന്നതൊക്കെ ഇൽഫാണ് വീഡിയോ എടുത്ത് തരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കഥകൾ. ഇന്ന് അന്തിക്കും ഇല്ല. ഈ നേരം വരെ ആയിട്ട് പിന്നെ മഴ ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ അന്തിക്കൊക്കെ 6 മണി 4 മണിയൊക്കെ ആയപ്പോൾ മഴ ചെയ്തിരുന്നു. പിന്നെ അങ്ങനെ മഴയൊന്നും പെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മളെ ഇതുമത്തെ തോരടലൊക്കെ കൊടുത്ത് അവിടുത്തെ തോരടലൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ പിന്നെ അടിയിൽ തന്നെ ഇറങ്ങിയിട്ടോ. നമ്മളെ തോരടലൊക്കെ കഴിഞ്ഞിട്ട് അടിയിൽ തന്നെ ഇറങ്ങി. അപ്പം ഈ തോരടൽ പറഞ്ഞാൽ പരിപാടി തന്നെയാണ്. ഇല്ലൊരു പണി തന്നെയാണ്. ഒക്കെ ഒന്ന് തോരട്ട് പിന്നെ ഒക്കെ ഉണങ്ങി അതൊക്കെ ഒന്ന് മടക്കി വെച്ചു. മടക്കി വെച്ചാലും പോരാ,
അതിൻ്റെ ഷെൽത്താണ് കൊണ്ടുപോയി വെക്കണം അല്ലേ പകല്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഞായറാഴ്ച ഒക്കെ നോക്കിയാൽ മതി. അപ്പോൾ ഇതൊന്ന് ഉണങ്ങിക്കോളും. അതാ പിന്നെ അങ്ങോട്ട് വെച്ചത്. അപ്പോൾ ജനക്കുട്ടിയൊക്കെ എൻ്റെ അപ്പം അയക്കാൻ വേണ്ടി വന്നു കേട്ടോ. ജന്നാമോളൊക്കെ മോളെന്തൊക്കെയോ പരാതി എന്നോട് പറയുന്നുണ്ട്. അങ്ങനെ അതാണ് അവിടെ ഓളോ ഇതാക്കണേ. അപ്പോൾ ചെറിയൊരു വീഡിയോ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്യണേ.